കനലടങ്ങാത്ത ഗൾഫ് രാഷ്ട്രീയത്തിൻ്റെ മധ്യത്തിൽ യുദ്ധത്തിൻ്റെയും ഉപരോധങ്ങളുടെയും വാർത്തകൾക്കിടയിലും ഒരു രാജ്യം മാത്രം ശാന്തമായിരിക്കുന്നു: ഒമാൻ. മിഡിൽ ഈസ്റ്റിലെ സംഘർഷഭരിതമായ ചർച്ചകൾക്കിടയിൽ സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവാകാൻ ഒമാൻ എങ്ങനെ കഴിയുന്നു? എന്താണ് ഈ സുൽത്താനേറ്റിൻ്റെ രഹസ്യം? നിഷ്പക്ഷത തന്നെയാണ്. ഒമാന്റെ വിദേശ നയത്തിൻ്റെ ആണിക്കല്ല് എന്ന് പറയുന്നത് ഈ നിഷ്പക്ഷതയാണ്. എല്ലാവരോടും സൗഹൃദം, ആരോടും ശത്രുതയില്ല. മേഖലയിലെ വൻ ശക്തികളായ സൗദി അറേബ്യയുമായും ഇറാനുമായും ഒരേ സമയം അടുത്ത ബന്ധം പുലർത്തുന്ന ലോകത്തിലെ അപൂർവം രാജ്യങ്ങളിൽ ഒന്നാണ് ഒമാൻ. ആരുടെയും ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടില്ല എന്ന ഉറച്ച തീരുമാനം അവരെ വിശ്വസ്തരായ മധ്യസ്ഥരുമാക്കി മാറ്റുന്നു. ഭൂമിശാസ്ത്രപരമായ പ്രാധാന്യം, ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കടത്തു പാതയായ ഹോർമുസ് കടലിടുക്കിൻ്റെ നിയന്ത്രണത്തിൽ ഒമാന് വലിയ പങ്കുണ്ട് എന്നുള്ളതാണ്. ഈ തന്ത്രപ്രധാനമായ സ്ഥാനം ഒമാനെ ആഗോള രാഷ്ട്രീയത്തിൽ ഒഴിവാക്കാനാകാത്ത ശക്തിയാക്കുന്നു. എന്നാൽ ഈ കരുത്തിനെ ഭീഷണിയായല്ല, മറിച്ച് ലോക വ്യാപാരത്തിൻ്റെ സുരക്ഷ ഉറപ്പാക്കാനാണ് ഒമാൻ ഉപയോഗിക്കുന്നത്. മിഡിൽ ഈസ്റ്റിലെ സ്വിറ്റ്സർലൻഡായി ഒമാൻ അറിയപ്പെടുന്നു. മിഡിൽ ഈസ്റ്റിലെ സ്വിറ്റ്സർലൻഡ് എന്ന പേരിൽ അറിയപ്പെടാൻ എന്താണ് കാരണം? ഇറാൻ ആണവ കരാറായാലും, യമനിലെ ആഭ്യന്തര യുദ്ധമായാലും, ഖത്തറിനെതിരെയുള്ള ഉപരോധമായാലും ലോകരാജ്യങ്ങൾ ചർച്ചയ്ക്കായി ഒത്തുകൂടുന്നത് മസ്കറ്റിലാണ്. രഹസ്യ സ്വഭാവം സൂക്ഷിക്കുന്നതിലും വിശ്വസിക്കാൻ കൊള്ളാവുന്നതുമായ ഒരു വേദി എന്ന നിലയിൽ ഒമാൻ എന്നും മാതൃകയാകുകയാണ്. സുൽത്താൻ ഖാബൂസ് ബിൻ സയ്യിദ് അൽ സയ്യിദ് വിഭാവനം ചെയ്ത സമാധാന നയം നിലവിലെ സുൽത്താൻ ഹൈതം ബിൻ താരിഖും കാത്തു സൂക്ഷിക്കുകയാണ്. പുറത്തുള്ള സംഘർഷങ്ങൾ ഉള്ളിലേക്ക് പടരാതിരിക്കാൻ ഒമാൻ കാട്ടുന്ന ജാഗ്രതയും തദ്ദേശീയമായ ഐക്യവും ഒമാനെ ആക്രമണങ്ങളിൽ നിന്നും അസ്വസ്ഥതകളിൽ നിന്നും സംരക്ഷിച്ച് നിർത്തുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആയുധങ്ങൾ കൊണ്ട് പടുത്തുയർത്തുന്നതല്ല, മറിച്ച് ചർച്ചകളിലൂടെയും സൗഹൃദത്തിലൂടെയും നിലനിർത്തപ്പെടുന്നതാണ് യഥാർത്ഥ കരുത്തെന്ന് ഒമാൻ ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നു. അശാന്തിയുടെ കടലിൽ ഒമാൻ എന്നും ഒരു സമാധാന തുറമുഖമായി തുടരുകയും ചെയ്യും.